മനുഷ്യർക്ക് ദൈവത്തെക്കുറിച്ച് അറിയുന്നതിന് വിഘാതമായിട്ടുള്ള മറ നീക്കുവാൻ കഴിയുകയില്ല. മനുഷ്യൻ്റെ സത്കർമ്മങ്ങൾ കൊണ്ടോ മനുഷ്യൻ്റെ പുണ്യ തീർത്ഥാടനങ്ങൾ കൊണ്ടോ മനുഷ്യൻ ചെയ്യുന്ന പുണ്യപ്രവൃത്തികൾ കൊണ്ടോ ദൈവത്തെക്കുറിച്ച് അറിയാൻ കഴിയുകയില്ല. ആർക്കും തന്നെ ദൈവത്തിൻ്റെ മുമ്പിൽ എനിക്കൊരു ഉത്തരവാദിത്വമില്ല, ഞാൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല എന്ന് പറയാൻ കഴിയുകയില്ല. ഈ പൊതു വെളിപാടിലൂടെ എല്ലാവർക്കും സൃഷ്ടികർമ്മം ചെയ്ത സൃഷ്ടതാവ് ഉണ്ട് എന്നുള്ള പൂർണ്ണ വെളിപാട് ആ വിധത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു ക്രമീകൃതമായിട്ടുള്ള സൃഷ്ടിക്ക് സൃഷ്ടിതാവില്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവൻ്റെ ബുദ്ധിയെ ഉപ്പിലിടണം എന്നുള്ളതാണ് എൻ്റെ പക്ഷം. ഏവർക്കും സ്നേഹവന്ദനം. ഖുറാനിലെ അള്ളാഹുവും ബൈബിളിലെ ദൈവവും തമ്മിലുള്ള സാമ്യങ്ങളും അതേപോലെ അന്തരങ്ങളും എന്നുള്ള വിഷയത്തെ സംബന്ധിച്ച് നമ്മൾ കഴിഞ്ഞ 3 എപ്പിസോഡിൽ ധാരാളം കാര്യങ്ങൾ ചിന്തിക്കുകയുണ്ടായി. ഇന്ന് നമ്മളതിൻ്റെ തുടർച്ചയായിട്ട് തന്നെ 4ാമത്തെ എപ്പിസോഡിലേക്ക് പോവുകയാണ്. ദൈവിക വെളിപാട് എന്നത് മനുഷ്യൻ്റെ കണ്ടുപിടുത്തത്തിൻ്റെ ഫലമല്ല, മറിച്ച് ദൈവത്തിൻ്റെ കൃപ നിറഞ്ഞ സ്വയം വെളിപ്പെടുത്തലാണ് എന്നാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത്. അതിനെക്കുറിച്ച് വിശുദ്ധ ബൈബിളിൽ മാനുഷിക ജ്ഞാനത്തിൻ്റെ പരിമിതികളെ ഊന്നിപ്പറയുകയാണ്. ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ ഉണ്ടായ ലോകം മനുഷ്യൻ്റെ സ്വന്തം ജ്ഞാനം കൊണ്ട് ദൈവത്തെ അറിഞ്ഞില്ല. അതിനാൽ വിശ്വസിക്കുന്നവരെ രക്ഷിക്കാൻ ദൈവം പ്രസംഗത്തിൻ്റെ ഭോഷത്തിലൂടെ പ്രസാദിച്ചു എന്ന് കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യത്തിൽ അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. മാനുഷിക ബുദ്ധി ദൈവത്തിൽ നിന്നുള്ള വിലപ്പെട്ട ദാനമാണ്. യുക്തി, നിരീക്ഷണം, ശാസ്ത്രീയ അന്വേഷണം എന്നിവയിലൂടെ സൃഷ്ടികർമ്മത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ സൃഷ്ടിക്രമത്തെക്കുറിച്ചുള്ള മനുഷ്യൻ അസാധാരണ കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നും നടത്തിക്കൊണ്ടിരിക്കുന്നു. പല കാര്യങ്ങളും കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ഈ കഴിവുകൾക്ക് ദൈവത്തിൻ്റെ സ്വഭാവമോ രക്ഷയുടെ പദ്ധതിയോ വെളിപ്പെടുത്താൻ കഴിയുകയില്ല എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. അവയ്ക്കൊരു സൃഷ്ടാവിൻ്റെ ആസ്തിത്വത്തിലേക്ക് വിരൽ ചൂണ്ടാൻ സാധിക്കുമെങ്കിലും അവൻ്റെ വീണ്ടെടുപ്പ് ഉദ്ദേശങ്ങൾ വെളിപ്പെടുത്തുവാൻ തൊക്കെ സാധിക്കില്ല. ഈ പ്രപഞ്ചത്തെ നമ്മൾ നോക്കുമ്പോൾ, പ്രപഞ്ചത്തിലുള്ള വസ്തുവകളെ നോക്കുമ്പോൾ ഇത് സ്വയമേ ഒഴിവായതല്ല. ഇതിൻ്റെ പിന്നിൽ ഒരു ഗ്രാൻഡ് ഡിസൈനർ ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. എന്നാൽ ആ ഡിസൈനർ ആരാണ്? ആ ഡിസൈനറുടെ ഉദ്ദേശം, ഇതിനൊക്കെ സൃഷ്ടിച്ചതിൻ്റെ ഉദ്ദേശം എന്താണ്? മാത്രമല്ല മനുഷ്യനും ആ സൃഷ്ടികർത്താവും തമ്മിൽ എങ്ങനെയാണ് ബന്ധപ്പെടുക? ഈ കാര്യങ്ങളെക്കുറിച്ച് ഫിലോസഫിക്കലായിട്ടോ അല്ലെങ്കിൽ നിഗമനങ്ങളിലൂടെയോ അല്ലെങ്കിൽ സയൻറ്റിഫിക് ആയിട്ടോ നമുക്ക് ഉത്തരങ്ങൾ കണ്ടെത്താൻ കഴിയുകയില്ല. അതുകൊണ്ട് മാനവികതയ്ക്ക് ദൈവത്തെ സത്യമായി അറിയണമെങ്കിൽ ദൈവം കൃപയോടെ തന്നെ വെളിപ്പെടുത്തി തരണമെന്ന് ദൈവശാസ്ത്രം കൃത്യമായിട്ട് നിഷ്കർഷിക്കുന്നുണ്ട്. അതിൽ എന്താണ് ദൈവിക വെളിപാട് എന്നുള്ളത് നമുക്ക് ചിന്തിക്കാം. വെളിപാട് അല്ലെങ്കിൽ റെവലേഷൻ എന്ന വാക്ക് ദൈവം തന്നെ വെളിപ്പെടുത്തുന്ന പ്രവൃത്തിയെ സൂചിപ്പിക്കുന്നതാണ്. ഇത് ദൈവത്തെക്കുറിച്ചുള്ള വിവരങ്ങളുടെ ആശയവിനിമയം മാത്രമല്ല, പിന്നെയോ ദൈവത്തിൻ്റെ കൃപ നിറഞ്ഞ സ്വയം വെളിപ്പെടുത്തലാണ്. വെളിപാട് വ്യക്തിപരമാണ്. കാരണം ദൈവം സ്വന്തം സ്വഭാവം, ഉദ്ദേശങ്ങൾ, ഹിതം എന്നിവ വെളിപ്പെടുത്തുന്നു എന്ന് വിശുദ്ധ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നു. ഇത് ചരിത്രപരമാണ്. കാരണം ദൈവം സ്ഥലകാലങ്ങളിൽ യഥാർത്ഥ സംഭവങ്ങളിലൂടെ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇത് വീണ്ടെടുപ്പുമായി ബന്ധപ്പെട്ടതാണ്. കാരണം പാപികളെ ദൈവവുമായുള്ള കൂട്ടായ്മയിലേക്ക് കൊണ്ടുവരിക എന്നതാണ് ഈ വെളിപാടിന്റെ ഉദ്ദേശം, പരമമായിട്ടുള്ള ലക്ഷ്യവും. അതുകൊണ്ട് തന്നെ ഗാല എന്ന എബ്രായ ഭാഷയിലെ ക്രിയാപദത്തിന് തുറന്ന് കാട്ടുക അല്ലെങ്കിൽ മറച്ചു വെച്ചിരിക്കുന്ന ഒളിച്ചു വെച്ചിരിക്കുന്ന മൂടി വെച്ചിരിക്കുന്നതിനെ പുറത്തു കൊണ്ടുവരിക, വെളിപ്പെടുത്തുക എന്നുള്ള ഒരു വാക്കാണ് അതിന് ഉപയോഗിച്ചിരിക്കുന്ന ഗാല എന്ന ആ പദത്തിന്റെ അർത്ഥമായിട്ട് പറഞ്ഞിരിക്കുന്നത്. എബ്രായ പദമാണ് ഗാല. വേറെ വാക്കിൽ പറഞ്ഞാൽ മറഞ്ഞിരിക്കുന്നത് ദൃശ്യമാക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ പഴയ നിയമത്തിലുടനീളം മനുഷ്യർക്ക് സ്വന്തമായി കണ്ടുപിടിക്കാൻ കഴിയാത്ത സത്യങ്ങൾ ദൈവം അനാവരണം ചെയ്യുന്നതിനെ സൂചിപ്പിക്കാൻ ഈ ഗാല എന്നുള്ള പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൽ ഗ്രീക്കിലേക്ക് വരുമ്പോൾ അപ്പോകാലിപ്സിസ് എന്ന് പറയുന്ന ഒരു പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പുതിയ നിയമം സാധാരണയായിട്ട് അപ്പോകാലിപ്സിസ് എന്ന വാക്കാണ് ഈ അനാവരണം ചെയ്യുന്ന ആ പദത്തിന് തുല്യമായ ഗാല എന്നുള്ള എബ്രായ പദത്തിന് തുല്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ അർത്ഥം അനാവരണം അല്ലെങ്കിൽ വെളിപ്പെടുത്തൽ എന്ന് തന്നെയാണ്. അപ്പോൾ മാനുഷിക ധാരണയിൽ നിന്ന് ദൈവിക സത്യത്തെ മറയ്ക്കുന്ന തിരശീല ദൈവം നീക്കം ചെയ്യുന്നതിനെ ഗാല എന്നുള്ളതും അപ്പോകാലിപ്സിസ് എന്നുള്ള പദവും ഉപയോഗിക്കുകയാണ്. അപ്പൊ ദൈവമാണ് ആ മറ നീക്കി തരുന്നത്. മനുഷ്യർക്ക് ദൈവത്തെക്കുറിച്ച് അറിയുന്നതിന് വിഘാതമായിട്ടുള്ള മറ നീക്കുവാൻ കഴിയുകയില്ല. മനുഷ്യൻ്റെ സത്കർമ്മങ്ങൾ കൊണ്ടോ മനുഷ്യൻ്റെ പുണ്യ തീർത്ഥാടനങ്ങൾ കൊണ്ടോ മനുഷ്യൻ ചെയ്യുന്ന പുണ്യപ്രവൃത്തികൾ കൊണ്ടോ ദൈവത്തെക്കുറിച്ച് അറിയാൻ കഴിയുകയില്ല. മറിച്ച് ദൈവം തന്നെക്കുറിച്ചുള്ള
മനുഷ്യർക്ക് മനസ്സിലാകാൻ തടസ്സമായിട്ടുള്ള മറ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീക്കിത്തരണം. ആ കർട്ടൻ ദൈവം മാറ്റിത്തരണം, ആ തിരശീല മാറ്റിത്തരണം. അതാണ് വിശുദ്ധ ബൈബിൾ കൂടെ നമുക്ക് വളരെ കൃത്യമായിട്ട് ദൈവം മാറ്റി തന്നിരിക്കുന്നത്. അപ്പോൾ പുതിയ നിയമത്തിലെ അവസാന പുസ്തകത്തിൻ്റെ പേര് തന്നെ ഈ അപ്പോകാലിപ്സിസ് അല്ലെങ്കിൽ വെളിപാട് പുസ്തകം എന്നുള്ളതാണ്. അപ്പോൾ യേശു ക്രിസ്തുവിലൂടെ ചരിത്രത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ അന്തിമ ഉദ്ദേശങ്ങളെ ഈ വെളിപാട് പുസ്തകം നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. അതുകൊണ്ടാണ് അറബിയിൽ വഹി എന്നുള്ള പദം ഇസ്ലാമിക ദൈവശാസ്ത്രത്തിൽ അള്ളാഹു തൻ്റെ പ്രവാചകന്മാർക്ക് നൽകുന്ന ദൈവിക സന്ദേശത്തെ വഹി എന്നുള്ള ആ പദം കൊണ്ട് ഉപയോഗിക്കുന്നത്. ഖുർആൻ അന്തിമവും പൂർണ്ണവുമായ വഹിയാണെന്നും അത് ജിബ്രിയേൽ മലക്ക് മുഖാന്തരം പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വെളിപ്പെടുത്തിയതാണെന്നും മുസ്ലിം സഹോദരങ്ങൾ വിശ്വസിക്കും. അപ്പോൾ ഈ സിദ്ധാന്തത്തെക്കുറിച്ച് നമ്മൾ പിന്നീട് വിശദമായിട്ട് പരിശോധിക്കുന്നുണ്ട്. അപ്പോൾ ഈ വാക്കുകളെല്ലാം ദൈവിക ആശയവിനിമയത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിലും വെളിപാടിൻ്റെ സ്വഭാവം, വെളിപാടിൻ്റെ ഉള്ളടക്കം, വെളിപാടിൻ്റെ സമാപനം എന്നിവയെക്കുറിച്ച് ക്രിസ്തു മാർഗവും ഇസ്ലാം മതവും കാര്യമായിട്ട് അന്തരം വെച്ചു പുലർത്തുന്നുണ്ട്. വളരെ നല്ല വ്യത്യാസം, രണ്ട് ആശയങ്ങൾ തമ്മിൽ വളരെയധികം ഉണ്ട് എന്നുള്ളതാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഒന്നാമത് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് പൊതു വെളിപ്പാട് അല്ലെങ്കിൽ ജനറൽ റെവലേഷനെ കുറിച്ചാണ്. ക്രിസ്തീയ ദൈവശാസ്ത്രം ചരിത്രപരമായിട്ട് പൊതു വെളിപാട്, പ്രത്യേക വെളിപാട് എന്നിവയെ വേർതിരിച്ച് തന്നെയാണ് കാണുന്നത്. പൊതു വെളിപാട് എന്നത് സൃഷ്ടി, പരിപാലനം, ചരിത്രം, മാനുഷിക മനസാക്ഷി എന്നിവയിലൂടെയുള്ള ദൈവത്തിൻ്റെ സാർവത്രിക സ്വയം വെളിപ്പെടുത്തലാണ്. ഇത് സംസ്കാരമോ ഭാഷയോ പരിഗണിക്കാതെ എല്ലാ ആളുകൾക്കും ലഭ്യമായതുകൊണ്ട് ഓരോ മനുഷ്യനും ദൈവത്തിന് മുന്നിൽ ഉത്തരവാദിത്വമുണ്ട്. നമ്മൾ ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കുമ്പോൾ, പ്രപഞ്ചത്തിലെ സൃഷ്ടികളെ കാണുമ്പോൾ, ഈ പ്രപഞ്ചവും പ്രപഞ്ചത്തിലുള്ളതൊക്കെയും സൃഷ്ടിച്ചിരിക്കുന്ന ഒരു സൃഷ്ടികർത്താവുണ്ട്. ആ സൃഷ്ടികർത്താവിനെയാണ് ദൈവം എന്ന് നമ്മൾ സംബോധന ചെയ്യുന്നു എന്നുള്ളത് ഓരോ വ്യക്തിക്കും മനസ്സിലാക്കേണ്ടുന്ന കാര്യമാണ്. ആർക്കും തന്നെ ദൈവത്തിൻ്റെ മുമ്പിൽ എനിക്കൊരു ഉത്തരവാദിത്വമില്ല, ഞാൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല എന്ന് പറയാൻ കഴിയുകയില്ല. ഈ പൊതു വെളിപാടിലൂടെ എല്ലാവർക്കും സൃഷ്ടികർമ്മം ചെയ്ത സൃഷ്ടതാവ് ഉണ്ട് എന്നുള്ള പൂർണ്ണ വെളിപാട് ആ വിധത്തിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സൃഷ്ടിയിലൂടെയുള്ള വെളിപാട് പ്രകൃതി ലോകം സ്വയം വിശദീകരിക്കുന്ന ഒന്നല്ല. അതിൻ്റെ ക്രമം, സൗന്ദര്യം, സങ്കീർണത, ലക്ഷ്യം എന്നിവ ഒരു ബുദ്ധിമാനായ സൃഷ്ടാവിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. സങ്കീർത്തനക്കാരന് ആ കാര്യത്തെക്കുറിച്ച് വളരെ സന്തോഷത്തോടെ പ്രഖ്യാപിക്കുന്ന ഇങ്ങനെയാണ്: ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. സങ്കീർത്തനം 19:1. അപ്പം ദിവസവും രാവും സൃഷ്ടി നിശബ്ദമായി ദൈവത്തിൻ്റെ മഹത്വത്തിന് സാക്ഷ്യം വഹിക്കുമ്പോൾ ഇങ്ങനെ ഒരു ക്രമീകൃതമായിട്ടുള്ള സൃഷ്ടിക്ക് സൃഷ്ടിതാവില്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവൻ്റെ ബുദ്ധിയെ ഉപ്പിലിടണം എന്നുള്ളതാണ് എൻ്റെ പക്ഷം. തമാശ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ആകാശത്തിൻ്റെ ക്രമമായ ചലനം, ജീവജാലങ്ങളുടെ സങ്കീർണമായ രൂപകൽപ്പന, പ്രപഞ്ചത്തിൻ്റെ അവിശ്വസനീയമായ ക്രമം എന്നിവ സൃഷ്ടി ആകസ്മികമായോ സ്വയം നിലനിൽക്കുന്നതോ അല്ല എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ്ലീഹ ഈ സത്യം വളരെ മനോഹരമായിട്ട് വിപുലീകരിച്ചുകൊണ്ട് ഇങ്ങനെയാണ് പറയുന്നത്: ലോക സൃഷ്ടി മുതൽ ദൈവത്തിൻ്റെ അദൃശ്യമായ ഗുണങ്ങൾ, അതായത് ദൈവത്തിൻ്റെ നിത്യശക്തിയും ദൈവത്വവും നിർമ്മിതങ്ങളായവയിലൂടെ വ്യക്തമായി കണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നു. അതിനാൽ ഇത് കണ്ടിട്ടുള്ള ആർക്കും തന്നെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒഴിവ് കഴിവുകൾ പറയാൻ കഴിയുകയില്ല. റോമർക്ക് എഴുതിയ ലേഖനം 1-20 സൃഷ്ടി ആരെയും രക്ഷിക്കുന്നു എന്ന് ബൈബിൾ വാദിക്കുന്നില്ല. മറിച്ച് ദൈവത്തിൻ്റെ അസ്തിത്വം, നിത്യശക്തി, മഹത്വം എന്നിവയെക്കുറിച്ച് സൃഷ്ടി വെളിപ്പെടുത്തുന്നത് കൊണ്ട് അവനോടുള്ള പ്രതികരണത്തിൽ മാനവികത ഉത്തരവാദിയാണ്. മനുഷ്യരെല്ലാവരും ഉത്തരവാദികളാണ്. പണ്ഡിതന്മാരായിട്ടുള്ള ആളുകൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് സഭയുടെ ചരിത്രത്തിലുടനീളം ദൈവശാസ്ത്രജ്ഞന്മാർ സൃഷ്ടിയെ ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ അരങ്ങ് എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. സൃഷ്ടിക്രമം ദൈവത്തിൻ്റെ ജ്ഞാനത്തെയും സൗന്ദര്യത്തെയും ശക്തിയെയും പ്രദർശിപ്പിക്കുന്നു. എന്നാൽ അത് സുവിശേഷം വെളിപ്പെടുത്തുന്നില്ല. പ്രകൃതിക്ക് ഭയഭക്തിയും നന്ദിയും ഉണർത്താൻ കഴിയുമെങ്കിലും അവതാരത്തെയോ ക്രൂശിനെയോ പുനരുത്ഥാനത്തെയോ വിശദീകരിക്കാൻ ഈ സൃഷ്ടിക്ക് കഴിയുകയില്ല. ഈ സത്യങ്ങൾക്ക് ദൈവത്തിൻ്റെ പ്രത്യേക വെളിപാട് ആവശ്യമാണ്. അവിടെയാണ് സ്പെഷ്യൽ റെവലേഷൻ്റെ ആവശ്യകത. അപ്പോൾ മനസാക്ഷിയിലൂടെയുള്ള
വെളിപാടിനെ കുറിച്ചും കൂടി പറഞ്ഞിട്ട് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാൻ. നിങ്ങൾക്ക് ഇതിൻ്റെ അടുത്ത എപ്പിസോഡും കൂടെ കേൾക്കുമ്പോൾ കുറച്ചുകൂടെ കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കാൻ കഴിയും. ഇതിനു മുമ്പുള്ള എപ്പിസോഡുകളും കൂടെ നിങ്ങൾ കേൾക്കണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. കൂടാതെ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ ഇടുകയും ചെയ്യണമേ എന്ന് ഓർപ്പിക്കുന്നു. സൃഷ്ടിക്ക് പുറമെ ദൈവം ഓരോ മനുഷ്യരിലും ഒരു ധാർമ്മിക ബോധം നിക്ഷേപിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് വിശുദ്ധ ബൈബിളിൽ പറയുന്നത്, ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തി അവരുടെ ഹൃദയങ്ങളിൽ എഴുതിയിരിക്കുന്നതായി അവർ കാണിക്കുന്നു, അവരുടെ മനസ്സാക്ഷി കൂടെ സാക്ഷ്യം വഹിക്കുന്നു. റോമാലേഖനം 2-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം. സംസ്കാരങ്ങളിലുടനീളം, ചരിത്രത്തിലുടനീളം നീതി, സത്യസന്ധത, സഹാനുഭൂതി, കുറ്റബോധം, ഉത്തരവാദിത്വം തുടങ്ങിയ ആശയങ്ങൾ ആളുകൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. മനസാക്ഷി പാപത്താൽ ബാധിക്കപ്പെടുകയും വികൃതമാകപ്പെടുകയും ചെയ്യാം. എങ്കിലും അത് ദൈവത്തിൻ്റെ പ്രതിച്ഛായയിലുള്ള മനുഷ്യന്റെ സൃഷ്ടിയെ പ്രതിഫലിപ്പിക്കുന്നു. മനുഷ്യർ കേവലം ജൈവജീവികളല്ല, മറിച്ച് തങ്ങളുടെ സൃഷ്ടാവിന് ഉത്തരവാദികളായ ധാർമ്മിക ജീവികളാണെന്ന് മനസാക്ഷി നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇതിനകത്ത് ചില പരിമിതികളുണ്ട്. ആ പരിമിതികൾ എന്താണ് എന്നുള്ളത് അടുത്ത എപ്പിസോഡിൽ നമുക്ക് കേൾക്കാം. ഇതുവരെ നിങ്ങൾ കാണിച്ച സ്നേഹത്തിനും ഇത് നിങ്ങൾ പങ്കുവെക്കാൻ കാണിക്കുന്ന മനസ്സിനും നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.